അള്ളാഹു തആല ഈ ദീൻ കൊടുത്തത് അറബ് സമൂഹത്തിൻ്റെ ഇടയിൽ ജനിച്ച ഒരു ഖാലിസായ അറബിക്കാണ്, മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഈ ദീനിനെ ഈ രൂപത്തിൽ വളർത്തിയത് മുഴുവനും അനറബികളാണ്. അറബികൾക്ക് പറയാൻ അവകാശം ഒന്നുമില്ല. എന്താ ഉള്ളത്? അറബികൾ ഈ ദീനിന് വേണ്ടി എന്താണ് ചെയ്തത്? അറബികൾ അനറബികളെക്കാൾ ഈ ദീനിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ തെളിയിച്ചാൽ അന്ന് ഈ പണി ഞാൻ നിർത്തും. ഖിലാഫത്തുർ റാഷിദ കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഈ കാണുന്ന വെളിച്ചം ഇസ്ലാമിനും ഇസ്ലാമിക വിജ്ഞാന ശാഖകൾക്കും നൽകിയത് അനറബികൾ മാത്രമാണ്. അറബികൾ എന്ത് ചെയ്തു ഇസ്ലാമിന്? അത് അവരെ മോശമല്ല, അല്ലാഹു തഖ്ദീർ പുറത്ത് അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് സംഗീതാത്മകമാണ്, ചരിത്രത്തിൻ്റെ ഒരു സംഗീതാത്മകതയാണ്, ഒരു സംഗീതാത്മകമായ ഒരു കാര്യമാണ്. ഇതുപോലെ ഇസ്രായേലികളിൽ നബിമാർ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇസ്രായേലികളായിരിക്കും നബിയായിരിക്കും. പിന്നെ അങ്ങനെ അങ്ങോട്ട് നീങ്ങി, എങ്ങോട്ട്? അറബികളിലേക്ക്. പിന്നെ അറബികൾക്ക് ശേഷം ഹബീബാ റസൂലുള്ളാഹിക്ക് ശേഷം ഈ രൂപത്തിൽ ദീനിനെ വളർത്തിയവർ മുഴുവനും അറബികളാണ്, അല്ല അനറബികളാണ്. അറബികൾ ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? എന്ത്? 4 ഇമാമിങ്ങളും അനറബികൾ, അറബികളല്ല. 4 ഇമാമിങ്ങളും അറബികളല്ല. ഷാഫി ഇമാം അറബിയല്ല, ഹനഫി ഇമാം അറബിയല്ല. അറബി അറിയും, അറബി നമുക്കൊക്കെ അറിയാം അറബിയോ. ഷാഫി ഇമാം അറബിയല്ല, ഹനഫി ഇമാം അറബിയല്ല, ഹംബലി ഇമാം അറബിയല്ല, മലിക് ഇമാം അറബിയല്ല. അറബി അറിയും, അറബിയല്ല. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. പിന്നെ അഖീദ രൂപീകരിച്ചത്, അഖീദക്ക് കൃത്യമാക്കി തന്നതാരാ? ബഹുമാനപ്പെട്ട അശ്ശാരി ഇമാം മാതുരിദി ഇമാം. രണ്ടാളും അറബിയല്ല. അബുൽ ഹസൻ അശ്ശാരി അറബിയല്ല, അബു മൻസൂർ മാതുരിദി അറബിയല്ല. പിന്നെ ലോകത്ത് സൂഫിസത്തെ വളർത്തി ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സുഹദ് തസവ്വുഫ് ഇത് വളർത്തിയതാരാ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അറബിയല്ല. ഷെയ്ഖ് റിഫായി അറബിയല്ല. അഹ്മദുൽ ബദവി അറബിയല്ല. ഇബ്രാഹിം ദസൂഖി അറബിയല്ല. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അറബിയല്ല. അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി അറബിയല്ല. അറബിയല്ല. ആരാണ് അറബി? ഈ പരിശുദ്ധ ദീനിനെ ഈ രൂപത്തിൽ വളർത്തിയതിൽ ആരാണ് അറബി? ഒരു അറബിക്ക് അല്ലാഹു ആ ഭാഗ്യം കൊടുത്തില്ല, എല്ലാം അനറബികൾക്കാണ് കൊടുത്തത്. ഒന്നും അറബിയല്ല. ഇത് തൗഫീഖാണ്. മനസ്സിലായില്ലേ? അതാണ് അറബികൾക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ഇല്ല ബിത്തഖ്വ എന്ന് പറഞ്ഞ ഹബീബാ നബി അവസാനം പ്രസംഗിച്ചു പോയത്. അതിലൊരു സൂചന ഉണ്ട്. എന്ത്? ഇനിയുടെ അനറബികൾ വരും, അവർ ഇസ്ലാമിനെ വളർത്തും. അപ്പൊ നിങ്ങൾ അവരെക്കാൾ മേലെയാണെന്ന് പറഞ്ഞ് നടക്കരുത്. ബില്ലാളി വീരന്മാരാരാ? ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം ലോകം കണ്ട സുൽത്താൻ സലാഹുദ്ദീൻ അറബിയാണോ? അല്ല. ആരാണ് അറബി? ലോകം കണ്ട തത്വചിന്തകൻ, മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകൻ ആരാ? ഇമാം ഗസാലി അറബിയാണോ? അല്ല. ആരാണ് അറബി? അല്ല. അവർക്കൊക്കെ അറബി അറിയും, അറബിയല്ല. മനസ്സിലായില്ല? ഇതൊന്നും നിങ്ങളൊന്നും വിചാരിക്കണ്ട, റബ്ബിന്റെ കാര്യങ്ങളാണ്. ഇനിയിപ്പോ നാളെ ആരാണ് അള്ളാഹുവിന്റെ തൗഫീഖ് അറിയില്ല. അനറബികൾക്കിടയിലേക്കാണ് ആരിറങ്ങി വരിക? ഈസാ നബി. എന്റെ മക്കത്തിറങ്ങിക്കൂടെ? ഓലത്ത് അങ്ങനത്തെ ഒരു കനകപ്പൊതി അന്ന് ഉണ്ടാവില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഓരോരുത്തല്ലേ വരിക, നമുക്ക് പോകുകയാണ്. ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയോ മക്കത്തിറങ്ങിയിട്ട് കാറെടുത്ത് പിന്നെ കാടിലാക്കി കാറെടുത്തിട്ട് പെട്ടെന്ന് ഡമസ്കസിലേക്ക് പോകും? അങ്ങനെ പറയാൻ പറ്റും? കാറൊക്കെ ഇപ്പൊ തന്നെ തയ്യാറായിട്ടുണ്ട്, റൂട്ട് ക്ലിയറായി കഴിഞ്ഞു. ഈ മറ്റേ എന്താ പറയാ, രോഗികളൊക്കെ കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ, എന്താ പറയാ, ആംബുലൻസ്. മക്കത്ത് കഅബന്റെ അടുത്തുണ്ട് ഇറങ്ങും. മറ്റേ ആ എന്താ പറയാ, വലിയൊരു ബുർജ്, എന്താ പറയാ, ക്ലോക്ക് ടവറിന്റെ അടുത്ത് ഇറങ്ങും. ക്ലോക്ക് ടവറിൽ നിന്നൊരു കപ്പച്ചീനോ ചായ കാപ്പിയൊക്കെ കുടിച്ച് ഷവർമയൊക്കെ തിന്ന് ആയിക്കോട്ടെ ഒരു തവാഫൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് വണ്ടി വന്ന് പോയി. അങ്ങനെയാണോ?
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. എങ്ങോട്ടൊരു ഡമാസ്കസിലേക്ക്. ഇതേ മക്കത്തിറങ്ങാനും. മക്കാർക്ക് മക്കയിൽ അന്ന് അങ്ങനെ ഒരു ഇസ്ലാമിയത്ത് ഉണ്ടാവില്ല. മക്കയിൽ വന്നാൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. നിലവിലുള്ള സാഹചര്യം അങ്ങനെ തന്നെ. നിലവിൽ അറബികൾക്കിടയിലെ സാഹചര്യം അങ്ങനെയല്ല. എന്താ സാഹചര്യം? എങ്ങനെയൊക്കെ ശിർക്കിനെ വളർത്താം എന്നാണ് ഇപ്പോൾ അറബികൾ ആലോചിക്കുന്നത്. ആ പാവപ്പെട്ട ഗസ്സക്കാര് യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ ആകെ മനോവിഷമുള്ള ഒരൊറ്റ വിഭാഗം അറബികളാണ്. അവർക്ക് ആ യുദ്ധം ഇഷ്ടമില്ല. എന്തുകൊണ്ട്? അവർ ചെങ്ങായിയാണ് അവരുടെ ഇസ്രായേലിൻ്റെ. ലോകം മുഴുവനും ഇസ്രായേലിനിടെ എന്തൊക്കെ മൂവ്മെന്റുകൾ നടന്നു. ഒരു മൂവ്മെന്റോടെ നടന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് യുദ്ധം തന്നെ ഇഷ്ടമില്ല. കുരുത്തക്കെട് അറബികൾക്ക് കുരുത്തക്കെട് സംഭവിച്ചാണ് ഈ സമാൻ്റെ അറബികൾക്ക്. ഇനി അവരെന്താ ചെയ്യുക? ഇനി അവർ ലോകത്തുള്ള എല്ലാ ഷിർക്കിനെയും കൊണ്ടുവന്ന് കുടിയിരുത്തും. ഇപ്പോൾ അൽ ഉലയിൽ ഷിർക്കിന് വേണ്ടി വലിയ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ചെയ്യുന്നത് സൗദി അറേബ്യ ചെയ്യുന്നത്. അൽ ഉലയിൽ വലിയ സൗകര്യങ്ങളാണ് ഷിർക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിർക്കിൻ്റെ വിഗ്രഹങ്ങളൊക്കെ പുറത്തുകൊണ്ടുവരും. പുരാവസ്തു എന്ന് പറയും. അതിനെ ആരാധിക്കും. لا تقوم الساعة لا تقوم الساعة حتى تعبد أمتي الأوثان قبائل من أمتي الأوثان. എൻ്റെ സമുദായത്തിൽ പലരും പല നേതാക്കളും പല ഉന്നത കബീലക്കാരും ബിംബങ്ങൾക്ക് ആരാധിക്കാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. മനസ്സിലാണ്ട് പറഞ്ഞു. കുരുത്തക്കളാണ് അവർക്ക്. എന്തുകൊണ്ട്? ലോകത്തെ കോടിക്കണക്കായ മുത്തക്കിങ്ങളെ അവർ മുശരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ കുരുത്തക്കളാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഈ കഴിഞ്ഞ 1-2 നൂറ്റാണ്ടിനിടയിലുള്ള മുത്തഖീങ്ങളെ മുഴുവനും എന്ത് ചെയ്തു? അറബികൾ മുശ്രിക്കാക്കി. അപ്പോൾ അവർക്ക് കുരുത്തക്കേട് കറക്റ്റായിട്ട് വന്നു. അവർക്ക് മിണ്ടാൻ കഴിയില്ല. അവർക്ക് മിണ്ടാനേ കഴിയില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ തിരിച്ചു പറഞ്ഞത് എന്തിനു വേണ്ടി എന്നാൽ ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കണം. അൽ ഉലയിൽ വലിയ പ്രൊജക്റ്റാണെന്ന് പറയും. അൽ ഉലക്ക് വേണ്ടി എത്ര കോടി രൂപയാണ് അവർ ചെലവാക്കി കൈമണക്കുകയില്ല. ഏതാണ് അൽ ഉല? സമൂദ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചേരിയ. അവരെ പഴയകാല അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന്. അതിന് ആ വഴിക്ക് ഹബീബാ നബി പോയപ്പോൾ ഓടാൻ പറഞ്ഞു സ്വഹാബികളോട്, അവിടെ നിൽക്കുക പോലും ചെയ്യരുത്. ബിംബാരാധകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച സ്ഥലമാണത്. ഓടിക്കളി ഓടുന്നു പറഞ്ഞു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? വലിയ പുരാവസ്തു സൗകര്യങ്ങളൊക്കെ ചെയ്ത് കോടി ഡോളർ ചെലവാക്കിയിട്ട് വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്താണ്. നീ ഇതിനെയൊക്കെ ആരാധിച്ചവരുടെ പിൻഗാമികൾ അവിടേക്ക് ആരാധിക്കാൻ വരും. ഇവരെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. പേരെന്ത് പറയും? പുരാവസ്തു. ഗുരുത്തകളാണ്. എന്തുകൊണ്ട്? മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകളെ ഇവർക്ക് തലവെട്ടിക്കൊന്നു ലക്ഷക്കണക്കിന്. അപ്പോൾ ഈ ആധുനിക അറബികൾ, ഇന്നത്തെ അറബികൾ, അപ്പോൾ അല്ലാഹു തആല ഗുരുത്തകൾ കൊടുത്തു. നബി കുടുംബത്തെയും കൊന്നു. എത്രയാണ് കൊന്ന കയ്യും കണക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത്രയും വലിയ സ്ഥാനം എനിക്ക് കിട്ടി, അതെങ്ങനെ ഒരു ആഫ്രിക്കക്കാരന് കിട്ടുമോ? എടാ, അല്ലാഹു തആല അത്രയും വലിയവനാണ്, കിട്ടുമോന്നോ? ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ولكنني جليت قبل سباقهم وقد نلت تبريز القرون لأحمد. അല്ലാഹു തആല ആർക്കും കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുക്കും. അല്ലാഹു തആല കഴിവ് കൊടുക്കും. അല്ലാഹു തആല ആർക്കും കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിന്റെ വാതിലാണ് തുറന്നു കൊടുക്കും ചില അടിമകൾക്ക്. അത് അറബിയാകാം, അനറബിയാകാം, ഇംഗ്ലീഷുകാരനാകാം. മാൽക്കം എക്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്ത നിഅമത്തിന്റെ വാതിൽ കെട്ടാൻ നമ്മൾ ബോധം കിട്ടും. അമേരിക്കക്കാരനാണ്, കറുകറുത്ത അമേരിക്കക്കാരനായ മാൽക്കം എക്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്ത നിഅമത്തുകൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. തനി അമേരിക്കക്കാരൻ കറുത്തവർഗക്കാരനാണ്. ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 20-ാം നൂറ്റാണ്ടിൽ തുറന്നു കൊടുത്ത നിഅമത്തുകൾക്ക് കൈമണക്കുകയില്ല. മനസ്സിലായില്ലേ? എത്ര അങ്ങനെ എത്രയാ. അറബിയല്ല ഉമർ മുഖ്താർ. 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്ത് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു പേരാണ് ഉമർ മുഖ്താർ. കേട്ടിട്ടില്ലേ? അറബിയല്ല, ആരാ? ലിബിയക്കാരനാണ് ഉമർ മുഖ്താർ. കേട്ടിട്ടില്ലേ? മനസ്സിലായില്ലേ? കേട്ടിട്ടില്ലേ? ഉമർ മുഖ്താർ ഏറ്റവും വലിയ പോരാളിയാണ്. അറബിയല്ല, അറബി
അറബിയല്ല, ലിബിയക്കാരനാണ്. അവരൊക്കെ ചരിത്രത്തിൽ ഇടം തേടിയ ആളുകളാണ്. ആളുകൾ ഉസ്മാനി ഖലീഫമാർ അറബിയല്ല, ഒന്നും അറബിയല്ല. അപ്പൊ എന്താ അങ്ങനെ അറബിയെന്നോ അനറബിയെന്നോ ഒന്നുമില്ല. നാളെ ഇന്ത്യക്കാരനാകാം, പിന്നെ ഒരു അഫ്ഗാനിയാവാം, പിന്നെ പാകിസ്ഥാനിയാകാം, പിന്നെ ശ്രീലങ്കക്കാരനാകാം, പിന്നെ നേപ്പാളിയാകാം. ആരെയും അള്ളാഹു ഉയർത്തുമെന്ന് ആര് കണ്ടു? ഇതൊക്കെ അള്ളാഹിൻ്റെ അടിമകളാണ്. ആരെയും അള്ളാഹു ഉയർത്തിയേക്കും. അവൻ സർവേശ്വരനായ രാജാതിരാജനാണ്. അവന് എല്ലാവരുടെ മേലും അവൻ ഒരേ അകലത്തിലാണ് അവൻ്റെ കൈ കിടക്കുന്നത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതാണ് പറഞ്ഞർത്ഥം. പിന്നെ വലിമല എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നേട്ടം കിട്ടാതിരിക്കും? വഅസ്സുൽ അബ്ദി അടിമയുടെ പ്രതാപം, അസ്സു മലീകിഹി ഉടമക്കാരന്റെ പ്രതാപമല്ലേ? ഞാൻ ആരെക്കാളും മുന്നേറിയത്. അപ്പൊ ഒരാൾ കേൾക്കും, ഈശോ മുന്നേറ്. വലിമല എന്തുകൊണ്ട് ഞാൻ മുന്നേറൂല? വഅസ്സുൽ അബ്ദി അസ്സു മലീകിഹി അടിമയുടെ പ്രതാപം ഉടമക്കാരന്റെ പ്രതാപമല്ലേ? ഞാൻ നബിയുടെ അടിമയാണ്. അപ്പൊ ഞാൻ എന്റെ പ്രതാപം നബിയുടെ പ്രതാപമല്ലേ? എനിക്കെന്ത് നടക്കുമല്ലോ? അങ്ങനല്ലേ? അടിമയുടെ പ്രതാപം ഒട്ടമക്കാരന് ഇഷ്ടപ്പെട്ട അടിമക്ക് എന്തു ചെയ്യാനോ? ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ വലിയ വലിയ പ്രഭുക്കൾ എല്ലാവരും ഒരു യോഗം കൂടി ഇരിക്കുന്ന സദസ്സിലേക്ക് പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഒരു അടിമയുണ്ടെങ്കിൽ ആ അടിമക്ക് ഇഷ്ടപ്പെട്ട അടിമക്ക് ഉണ്ടായിരിക്കണ എന്ന് പറയാം. മുണ്ടൂല്ല. എന്തേ ഇവരാരും മുണ്ടൂല? നിങ്ങൾ പറഞ്ഞില്ല. എല്ലാ അംബാനിയും അദാനിയും ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഓര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മനസ്സിലായില്ല, അപ്പുറത്ത് ആരുണ്ട്? നരേന്ദ്രമോദി ഉണ്ടാകാം. ഇനി ഉണ്ടാകണമെന്ന് ഇവരെ അറിയണമെന്നില്ല. ഇയാൾ വരുന്നുണ്ടാ തന്നെ അറിയാലോ ഇത് ആര് വന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തി. അല്ലെങ്കിൽ ഇയാൾ കയറി വന്നാൽ തന്നെ അറിയാലോ പ്രധാനമന്ത്രിയുടെ സന്ദേശമാണ് ഇയാൾ പറയാൻ. ഉണ്ടായിരിക്കും. ഈ അബാനി അന്താനിയും അന്തള്ളവനും അന്തല്ലാത്തവനും എല്ലാം എന്തു പറയും? പറയാ എന്തുകൊണ്ട്? അടിമയുടെ പ്രതാപം എന്നാൽ ഉടമക്കാരന്റെ പ്രതാപമാണ്. അടിമക്ക് എന്ത് പറയും? ഉണ്ടാക്കിയ അവിടെ അടിമയല്ലത്. അതോടെ പിന്നെ ആരെ പ്രതിനിധിയ? ഉടമക്കാരൻ. അതാ പ്രശ്നം. മുണ്ടിയാലോ ഇവരണ്ടറിയും. അവനെ പിടിച്ച് പുറത്താക്കിയിട്ടേ പ്രധാനമന്ത്രി സംസാരം തുടങ്ങുള്ളൂ. ഞാൻ ഒരാളെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓമെന്ന് പറഞ്ഞാൽ അത് ഞാനാ നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു പിന്നെയും പാളം വെച്ച് പ്രധാനമന്ത്രി കയറി വന്നു, തങ്ങളെ പുറത്ത്. അവിടെ സാറേനോട് കാര്യം എന്ത് സാറേ നമ്മളെ പറഞ്ഞ ചെയ്യുന്നത് ഉണ്ടാക്കാൻ? അവിടെ ഈ അടിമക്ക്, ഈ കറുകറുത്ത അടിമക്ക് വഴിപ്പെടൽ ആ ജനങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു ഭൂലോക മുതലാളിമാരാണ്, എന്നാലും വഴിപ്പെടേണ്ടി വരും. എന്തുകൊണ്ട്? ഇവരെക്കാൾ വലിയൊരാൾ അടിമയത്. ഇയാളെ വായിലൂടെ വരുന്ന അയാളെ വായിലൂടെ വരുന്നതാണ്. ഞാൻ ഇത്ര വലിയ ആളായി ആരെക്കാളും മുന്നിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം. അതിന് മാത്രമൊക്കെ ഉണ്ടോ ചെയ്യും? വലിയമല എന്തുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനം ഉണ്ടായിക്കൂടാ? അടിമയുടെ പ്രതാപം ഉടമക്കാരന്റെ പ്രതാപമാണ്. അപ്പൊ നിങ്ങളോ? റസൂലുള്ളാഹിന്റെ അടിമയായിട്ടില്ല, ഞാൻ അടിമയായിട്ടുണ്ട്. ആ പ്രതാപം ഞങ്ങൾക്കൊക്കെ കിട്ടണ്ടേന്ന് പറഞ്ഞാൽ കിട്ടണമെങ്കിൽ പണിയെടുക്കണം. ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ നബിയുടെ അടിമ തന്നെയാണ്. മനസ്സിലായി? ഇന്നൊരു കാര്യം കിട്ടിയ ആർക്കും ഇതൊക്കെ കിട്ടും. പക്ഷെ എന്ത് വേണം? പണിയെടുക്കണം. അതാണ് അള്ളാന്റെ അടിമ ആയാ പിന്നെ അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ? അള്ളാന്റെ അടിമ എന്ന് പറയുമ്പോൾ ഇതിന് വില ഉണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ അടിമ, അള്ളാന്റെ അടിമ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വിലല്ലേ? അടിമക്ക് നടക്കും. എന്ത് നടക്കും? ഉടമക്ക് നടക്കുന്നത് ഒക്കെ നടക്കും. ഉടമയാവൂലെന്നേ ഉള്ളൂ. അടിമയാണ് എന്ത് നടക്കാത്തത്? മനസ്സിലായില്ല? അടിമക്ക് ഉടമക്ക് നടക്കുന്നതെല്ലാം അടിമക്ക് നടത്താൻ കഴിയാലോ. മഹാനായ CM വലിയുള്ളാന്റെ അടുത്ത് ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അനുഭവിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ.
ഞാൻ രോഗം വേണ്ട, പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. ഒരു രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം ഇല്ലാതിരിക്കുക ഇതാരുടെ കഴിവാ? അള്ളാഹ് ये ऊपर वाला का काम है അല്ലേ? ഒരു രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിചാരിച്ചാൽ രോഗം വേണ്ട എന്ന് വിചാരിച്ചാൽ രോഗം ഇല്ലാതിരിക്കുക ഇതാരെ കഴിവാണ്? ഇത് ആരുടെ സിഫത്താണ്? ഇത് മനുഷ്യന്റെ സിഫത്തല്ലല്ലോ. ഇതാരുടെ സിഫത്താണ്? അള്ളാഹുവിന്റെ സിഫത്തല്ലേ? അതല്ലേ ഇപ്പോൾ മനുഷ്യനാണ് എന്റെ അടിമയായിട്ടുണ്ട്. നമ്മളെപ്പോലെയല്ല. മുമ്പ് ഗോൾഡ് റൈൻസിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാര് പഞ്ചിങ് നടത്തിയാൽ പിന്നെ ചായ കുടിക്കാൻ പോകും. പിന്നെ ഉച്ചക്ക് വരും, പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പഞ്ചിങ് നടത്തും, പിന്നെ അടുത്ത ചായയും പരിപ്പൊടിയും കുടിച്ചല്ല പിന്നെയും പോകും. മനസ്സിലായില്ല? മോൻ അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല, ശമ്പളം കിട്ടും, ഓ എപ്പനാണ്. ഇതല്ലേ നമ്മുടെ ഈ അവസ്ഥ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്? അബ്ദ ആയോർക്കോ എന്തു നടക്കും? സിയമോ അബ്ദായി. പിന്നെ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം സീമനെ കൊണ്ട് നിസ്കരിക്കാൻ ഇയാരാ? ഇജ് നിസ്കരിക്കുന്നു. അന്റെ നിസ്കാരമായി എന്നുള്ളത് ആര് പറഞ്ഞു? നിസ്കാരമാണ്. സി എമ്മിന്റെ നിസ്കാരം ഇല്ലായ്മ നിസ്കാരമായിരിക്കും, നിന്റെ നിസ്കാരം ആവില്ല. ഞാൻ അള്ളാന്റെ അടിമയാണ് എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കണ്ടേ? വിചാരിച്ച പോലല്ലേ ഉറപ്പിക്കണ്ടേ? സി എമ്മിന് സദാസമയവും അള്ളാന്റെ അടിമയാണെന്നുള്ള ബോധമാണ്. നമുക്ക് നിസ്കരിക്കുമ്പോൾ ആ ബോധമല്ല. എന്തേ അങ്ങനെ തന്നെയാണോ? അല്ലേ? അപ്പൊ എന്താണ്? ഉടമക്കാരനെ നടക്കുന്നതെല്ലാം അടിമക്ക് നടക്കും. പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ കയറി വന്നാൽ ആ സദസ്സിന് ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ എന്തൊരു പ്രധാനമന്ത്രി പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളാണത്. അയാൾക്ക് ഇവിടെ വകുപ്പ് മന്ത്രിമാരെക്കാളും സ്ഥാനം ഉണ്ടാവും. അയാൾ പ്രധാനമന്ത്രിയുടെ മുഖറബാണ്. വകുപ്പ് മന്ത്രിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് കാര്യമായ വകുപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാളോട് പറയാം, ഞാനെപ്പോഴും ആ ടൂറിസം കൊണ്ട് കുത്തിരിക്കാണ്, ഇതൊന്നും 10 പൈസ കിട്ടൂല, ഞാൻ പൊതുമരാമത്തെങ്കിലും എനിക്കൊന്ന് തരാൻ വേണ്ടി പറയാം, 40 റോഡിന്റെ നിങ്ങളെ മേറ്റിലിറക്കിയെങ്കിൽ എന്തെങ്കിലും 10 ഉറുപ്പിക ഉണ്ടാക്കുക. മനസ്സിലുണ്ട? വന്ന മന്ത്രിയാണ്, കടലാസിൽ മന്ത്രിയാണോ? ഉണ്ട് ഒരു ഓഫീസും ഉണ്ടാവും, മന്ത്രിസ്ഥാനം. നാട്ടിൽ പണിയൊന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങനത്തെ വകുപ്പ് ഉണ്ടാവില്ല. അയാളെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം മുഖ്യമന്ത്രി വകുപ്പ് ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളെ കണ്ട് ചായ കൊടുത്താണ് എന്ത് പറയും? അയാളോട് പറയുന്നേ, ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ പോയി മാനങ്കട പണിയില്ല, നേരം പെട്ട് വൈകുന്നേരം വരെ ഓഫീസ് കുത്തിരുന്നാലും ഒരു മനുഷ്യനാണ് കാര്യം വരില്ല. എനിക്ക് തൽക്കാലം എന്താ പറയുക, പൊതുമരാമത്തിന്റെ സഹമന്ത്രിയാക്കി തന്നാൽ മതി, സ്വന്തം ഒപ്പ് വേണ്ട, ഒരു മനുഷ്യൻ കാര്യമില്ല, പൈസ ഇട്ടണ്ട, എന്നാലും 4 മനുഷ്യൻ കാര്യം എന്ന് പോട്ടെടുത്താണ് പെണ്ണാക്കെങ്കിലും അയച്ചു കൊടുക്കാലോ. അതുമില്ല. തൽക്കാരോട് പറയും, മുഖ്യമന്ത്രിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളോട് പറയും, അയാൾക്ക് നടത്താൻ കഴിയും. അതാണ് പറഞ്ഞത്. ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അയാൾ നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ വേണ്ടി എഴുതി കൊടുത്ത് കിട്ടിയില്ല. അന്ന് CH ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഇയാൾ വളരെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇയാളോട് മീൻകാരൻ പെരിയിൽ മീൻ കൊടുക്കാൻ പറ്റുന്ന ആൾ ഒരുമിച്ചു, എന്താ അങ്ങനെ ബുദ്ധിമുട്ട്? ഒന്നുമില്ല. അല്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണ് നിങ്ങൾ പറയും. അങ്ങനെ നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തൊരു കാലം കുറേ കിട്ടിയിട്ടില്ല. അതായിക്കോട്ടെ, അതും സാരല്ല, അങ്ങനെ ശരിയായി. CH എന്ത് ചെയ്തു? CH നേരം വിട്ട് നടക്കാനിറങ്ങി നമ്മുടെ അമ്മ പുറത്തുനിന്നാണ്ട് എന്ത് ചെയ്തു? ചായയും പിന്നെ മറ്റേ പെരക്കാർ കാണാതെ ലഡുവൊക്കെ തിന്ന ഒരു പരിപാടി രാവിലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ കണ്ടുപിട്ടി, ഇയാളോട് നിങ്ങൾ മറ്റേ ആ പോലീസ് ഓഫീസർ ഞാൻ വലിയ വിഷമത്തില്ല, അന്ന് ശരിയാക്കി കൊടുക്കും. CH ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പൊ പോലീസ് ഓഫീസർ നടക്കാത്തത് ആർക്ക് നടന്നു? ഈ മീൻകാരനാണ്. മീൻകാരൻ CH ചങ്ങായിയാണ്. അതാണ് പറഞ്ഞത്.
അള്ളാന്റെ മുഖറബായ ഒരാൾക്ക് എന്താ നടക്കാത്തത്? ഇതവിടെ പറഞ്ഞവര് എന്റെ പ്രതാപം എന്ന് പറഞ്ഞ അടിമയുടെ പ്രതാപം ഉടമക്കാരന്റെ പ്രതാപമാണ്. ആരാ ഉടമക്കാരൻ? മുഹമ്മദ് മുസ്തഫയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിമലാ വഅസ്സുൽ അബ്ദി അസ്സു മലീകിഹി ഫതുഉ യമീനിൽ കൗനു അബ്ദൻ മുസവ്വദാ. വലിമലാ, എനിക്ക് എന്തുകൊണ്ട് അതൊന്നും നടക്കൂല? എന്തുകൊണ്ട് നടക്കൂല ഞങ്ങൾ പറയണത്? വഅസ്സുൽ അബ്ദി, ഒരു ദാസന്റെ പ്രതാപം, അസ്സു മലീകിഹി, ഉടമക്കാരന്റെ, മനസ്സിലായില്ലേ? പ്രതാപിയായ ഭരണാധികാരിയുടെ മലീക് ഉടമക്കാരന്റെ പ്രതാപമല്ലേ? ഫതുഉ യമീനി, എനിക്ക് വഴിപ്പെടുന്നത് അൽ കൗനു, പ്രപഞ്ചം തന്നെയാണ്. ഞാൻ എന്തു വിചാരിച്ചാൽ നടക്കുകയാണ്. അബ്ദൻ മുസവ്വദൻ, കറുകറുക്കപ്പെട്ട ഒരടിമയായ നിലയിൽ. ഞാൻ കറുത്തടിമയാണ്, എന്നിട്ട് ഈ ലോകം മുഴുവൻ വഴിപ്പെടുക. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹിന്റെ അടിമ. ഫതുഉ യമീനി, ഫതുഉ യമീനി, എനിക്ക് വഴിപ്പെടുന്നത് അൽ കൗനു, പ്രപഞ്ചം തന്നെയാണ്. ഞാൻ എന്തിനോട് എന്തൊരാൾ നടക്കും? ഇതാ അറാദു കുൻ ഫയകൂൻ, അങ്ങനത്തെ സ്ഥാനത്തെത്തിയ ഒരാള് കുൻ, ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ ഫയകൂൻ, അതുണ്ടാവും. അങ്ങനത്തെ സ്ഥാനമുള്ളവര് എന്ത് വിചാരിച്ചാലുണ്ടാവും. فتوء يمين الكون عبدا مسودا ولملا وعز العبد عز مليكه فتوء يمين الكون عبدا مسودا ولملا എന്തുകൊണ്ടില്ല വഅസ്സുൽ അബ്ദി, അടിമയുടെ പ്രതാപം, ഇസ്സു മലീകിഹി, ഉടമക്കാരന്റെ പ്രതാപമാണല്ലോ. അതായത് അടിമക്ക് എന്തും നടക്കും. ഉടമക്കാരൻ അത്ര വലിയ ആളായ മതി. എന്റെ ഉടമക്കാരൻ അത്ര വലിയ ആളാണ്, മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ എനിക്ക് എന്താ നടക്കാത്തത്? എനിക്ക് വഴിപ്പെടുന്നത്, എന്റെ വലഭാഗത്തിന് വഴിപ്പെടുന്നതാണ് പ്രത്യക്ഷാർത്ഥം. അങ്ങനെയല്ല എന്റെ ഉദ്ദേശം. യമീനി, എനിക്ക് വഴിപ്പെടുക. ആരാണ്? അൽ കൗനു, പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം എന്തും എനിക്ക് വഴിപ്പെടുകയാണ്. അബ്ദൻ, അബ്ദൻ, ഞാനൊരു അടിമയായ നിലയിൽ. എങ്ങനത്തെ അടിമ? മുസവ്വദൻ, കറുകറുക്കപ്പെട്ട ഒരു അടിമയാണ് ഞാൻ എന്നിരിക്കവേ ഈ പ്രപഞ്ചം എനിക്ക് വഴിപ്പെടുകയാണ്. എന്തുകൊണ്ട്? അടിമയുടെ പ്രതാപം ഉടമക്കാരന്റെ പ്രതാപമാണ്. എനിക്ക് വഴിപ്പെടുന്നത് അൽ കൗനു, പ്രപഞ്ചം തന്നെയാണ്. അബ്ദൻ മുസവ്വദൻ, അബ്ദൻ മുസവ്വദൻ, കറുകറുക്കപ്പെട്ട അടിമയായ നിലയിൽ. അബ്ദൻ മുസവ്വദൻ, നേതാവാക്കപ്പെട്ട, സയ്യിദാക്കപ്പെട്ട, നേതാവാക്കപ്പെട്ട അടിമയായ നിലയിൽ. അങ്ങനെയും വെക്കാം. ഞാൻ ഒരേ സമയം നേതാവുമാണ്, അതേ സമയം അടിമയുമാണ്. എന്തുകൊണ്ട് അടിമ നേതാവായി? ഈ അടിമ റസൂലുള്ളാഹിന്റെ അടിമയാണ്. അബ്ദൻ മുസവ്വദൻ എന്ന വാക്കിന് രണ്ടർത്ഥം. ഒന്ന് കറുകറുക്കപ്പെട്ട അടിമയായ നിലയിൽ, ഒന്ന് മനസ്സിലായില്ലേ? അപ്പൊ സവാദിൽ നിന്നാണ് വരിക. സവാദിൽ നിന്ന് വന്ന അബ്ദൻ മുസവ്വദൻ. ഈ രണ്ടും സാദ, നേതാവായി, സയ്യിദ് നേതാവ്, മുസവ്വദൻ നേതാവാക്കപ്പെട്ട അടിമയായ നിലയിൽ. അങ്ങനെ അർത്ഥം നോക്കാം. നേതാവാക്കപ്പെട്ട അടിമയാൻ, ഞാൻ അടിമയാണ്, അതേസമയം നേതാവാണ്. കാരണം ഞാൻ ആരുടെ അടിമയാണ്? പ്രപഞ്ചത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദ് മുസ്തഫയുടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഞാൻ സ്വർഗത്തിലായപ്പോൾ സ്വർഗം മുഴുവൻ ചുറ്റിയടിച്ചിരുന്നു, അവിടെ ഒരു സാധനവും ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു ശൈഅൻ ഇല്ലാ മക്തുബൻ അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെഴുതാത്തൊരു സാധനവും സ്വർഗത്തിലില്ല. അങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. ഹുറുലീങ്ങളുടെ കൺപോളക്ക് മുകളിൽ പോലും മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും മാമിൻ മറക്കമിൻ ഔറാഖ് അഷ്ജാരിൽ ജന്ന ജന്ന ഇല്ലാ വഹു മക്തുബൻ അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. സ്വർഗത്തിലെ മരത്തിന്റെ ഒരു ഇലയിൽ പോലും ഇത് കുത്താത്തൊരു ഇലയില്ല. വമാമിൻ ഖസ്രിൻ മിൻ ഖുസൂരിൽ ജന്ന വമാമിൻ ഉറഫിൻ മിൻ ഉറഫത്തിൻ മിൻ ഉറഫിൽ ജന്ന. സ്വർഗത്തിലൊരു കൊട്ടാരവുമില്ല, സ്വർഗത്തിലൊരു റൂമുമില്ല. ഇല്ല മക്തുബൻ അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇബ്നു അസാക്കിർ തന്റെ താരീഖ് ദിമഷ്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സാലിഹ് ഷാമി തന്റെ സുബ്ലുർ റഷാദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. വലിമലാ വഇസ്സുൽ അബ്ദി ഇസ്സു മലീകിഹി
ഫതഉ യമീനിൽ കൗനു അബ്ദൻ മുസവ്വദാ. ഫതഉ യമീനി, എനിക്ക് വഴിപ്പെടുന്നത് അൽ കൗനു, പ്രപഞ്ചം തന്നെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നടക്കും. എത്തരത്തിൽ അബ്ദൻ മുസവ്വദൻ, ഞാനൊരു കറുപ്പാക്കപ്പെട്ട ഒരു അടിമയായ നിലയിൽ എന്നും അർത്ഥം വെക്കാം. ഞാൻ നേതാവാക്കപ്പെട്ട അടിമയായ നിലയിൽ എന്ന് ഞാൻ ഒരേ സമയത്ത് അടിമയുമാണ് നേതാവുമാണ്. അല്ലെങ്കിൽ പിന്നെ സ്വയം ഒന്ന് നിസ്സാരപ്പെടുത്തിയിട്ട് ഞാൻ കറുത്ത അടിമയായ നിലയിൽ. ഈ കറുത്ത അടിമക്ക് ലോകം വഴിപ്പെടുക. എന്തുകൊണ്ട് ഈ അടിമ റസൂലുള്ളാഹിന്റെ അടിമയാണ്? അല്ലെങ്കിൽ പിന്നെ രണ്ടും ഒരു വൈരുദ്ധ്യതയുടെ ചേർച്ച. അടിമയുമാണ് നേതാവുമാണ്. നേതാവായ അടിമയാണ്. എന്തുകൊണ്ട്? അടിമ ആരുടെ അടിമയാണ്? എന്ന് അടിമകൾ നേതാവാകുക. അടിമ നേതാവായി. ഇവിടെ അടിമ നേതാവായിട്ടുണ്ട്. മംലൂക്കി രാജവംശം അബ്ബാസികളുടെ അടിമകളായിരുന്നു അവർ അടിസ്ഥാനപരമായി. പിൽക്കാലത്ത് അബ്ബാസികൾ തകർന്നപ്പോൾ ഇവർക്ക് ഖിലാഫത്ത് ലഭിച്ചു. അതാണ് മംലൂക്കി രാജവംശം. അവർക്ക് അവരില്ല അവസാനം വരെ അവർ അബ്ബാസി ഖലീഫമാരുടെ പിൻഗാമികളെ ഖലീഫയാക്കി കൊണ്ടുവന്ന് ബാക്കിലൂടെ പണിയെടുത്തു. കാരണം അവർ അടിമകളാകുമ്പോൾ ലോകം അവർ അംഗീകരിക്കില്ല എന്നതുകൊണ്ട് ഒരു മംലൂക്കി രാജവംശം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലുണ്ട് അടിമവംശം. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ അടിമയാണ്, റസൂലുള്ളാഹിയുടെ അടിമയാണ് എന്നർത്ഥം. ഫഹാജി വഹാജുൽ മുസ്ലിമീന ജമീഇഹിം, ഹാജി വഹാജുൽ മുസ്ലിമീന അഹൽതു അലൈക ഫതിബ്തൻ നഫ്സ ഹുറൻ മുസർമദാ. ഫതിബ്തു നഫ്സ ഹുറൻ മുസർമദാ. ഫഹാജി ഫഹാജി അകയോ ألا يا رسول الله وارفع شكايتي إليك وحالي ما ترى العبد سودا. ألا അറിയുക യാ റസൂലല്ലാഹ്, ഏ നബിയേ, വർഫഅ ശികായത്തി, എന്റെ ആപലാദികൾ ഞാൻ അങ്ങയിലേക്ക് ഉയർത്തുന്നു. വർഫഅ, അങ്ങ് സ്വീകരിച്ചാലും, ശികായത്തി, എന്റെ ആപലാദിയെ. ഒരർത്ഥം لا يا رسول الله وارفع شكايتي إليك وحالي ما ترى العبد سودا. فحاجي وحاج المسلمين أهلته عليك فطبت النفس حرا مسرمدا. لا يا رسول الله وارفع شكايتي إليك وحالي ما ترى العبد سودا. ألا അറിയുക യാ റസൂലല്ലാഹ്, ഏ നബിയേ, അങ്ങ് സ്വീകരിച്ചാലും ശിക്കായത്തി, എന്റെ അവലാദിയെ, ഇലൈക്ക, അങ്ങയിലേക്ക്. എന്നത് അമ്രുഫയിലാണ് ദുആന്റെ അർത്ഥത്തിൽ. നബിയെ അമ്രുഫയില. അങ്ങ് ഉയർത്തുക, അങ്ങ് ഉയർത്തിയാലും അങ്ങ് എടുത്താലും. ഉയർത്തുക സ്വീകരിക്കുക എന്നതിനിപ്പതാ ഫയൽ ഇവിടെ കൊണ്ടുവന്നു വെച്ചു. ഓഫീസിലേക്കുള്ള ഫയൽ ഇവിടെ കൊണ്ടുവന്നു. ഓഫീസർ തന്നിലേക്ക് അത് ഉയർത്തി. അപ്പൊ അതിനർത്ഥം എന്താ? ആ ഫയൽ സ്വീകരിച്ചു. നബിയെ അങ്ങ് ഉയർത്തുക, ശിക്കായത്തി, എന്റെ ശിക്കായത്തിനെ, എന്റെ ആവലാദിയെ അങ്ങ് ഉയർത്തുക, ഇലേക്ക്, അങ്ങയിലേക്ക്. അതായത് ഇതിനർത്ഥം അങ്ങ് സ്വീകരിക്കുക. അതെ ഏറ്റെടുക്കാൻ സ്വീകരിച്ചു. അങ്ങ് സ്വീകരിച്ചാലും അവിടെ അമ്രുഫയിലല്ല. അമ്രുഫയിലാണെങ്കിലും എന്താണ് ഒരു വേവലാതിയുടെ വാക്കാണത്. അപ്പൊ അവിടെ അർത്ഥം ഒന്നും കൂടി ലളിതാക്കും, ഒന്ന് മാറ്റും. അങ്ങ് ഉയർത്തണം എന്നല്ല, അങ്ങ് ഉയർത്തിയാലും ശിക്കായത്തി, എന്റെ ആവലാതിയെ, ഇലൈക്ക, അങ്ങയിലേക്ക്. അങ്ങനെയല്ലേ? ഇലൈക്കന്നില്ല അവിടെ, ഇലൈക്ക, അങ്ങയിലേക്ക്. അലാ യാ റസൂലല്ലാഹി വർഫഅ ശികായത്തി. നീ വർഫഅ എന്ന വാക്കിനെ വഅർഫഉ അങ്ങനെ വേണമെങ്കിലും വെക്കാം. വഅർഫഉ ശികായത്തി, വഅർഫഉ ഞാൻ ഉയർത്തുന്നു, ശികായത്തി, എന്റെ അവലാദിയെ. വർഫഅ അംറുഫയിലാണ് റഫഇന്റെ. ഇനി മുളാദിയായ ഫീലാണ് വഅർഫഉ ഞാൻ ഉയർത്തുന്നു, ശികായത്തി, എന്റെ ശികായത്തി അങ്ങയുടെ മുന്നിൽ വെക്കുന്നു എന്നർത്ഥം. ഇലേക്ക്, അങ്ങയിലേക്ക് വെക്കുന്നു. വഅർഫഉ ഞാൻ ഉയർത്തുന്നു, ശികായത്തി, എന്റെ അവലാദിയെ, ഇലേക്ക്, അങ്ങയിലേക്ക്. ഇങ്ങനെയൊക്കെ അർത്ഥമൊക്കെ അറബി ഭാഷക്ക് ഭയങ്കര സുഖമാണ്. അറബി ഭാഷ അങ്ങനെ ഇങ്ങനെയും ഒരുപാട് ശൈലി, കാരണം അത്രയും സമ്പന്നമായ ഭാഷയാണ്. വേറൊരു ഭാഷക്കില്ലാത്ത കഴിവാണിത്. നമ്മൾ മലയാളം ഭാഷ ഒന്നിനർത്ഥം, മറ്റേ ഇതങ്ങനെയല്ല, ഒരു സമ്പന്ന ഭാഷ, ഭയങ്കര. ഇത് ഇങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് വെക്കാം. അല യാ റസൂലല്ലാഹി വർഫഅ ശികായത്തി ഇലൈക വഹലി മാ തറൽ അബ്ദ സവ്വിദാ. നബി, അങ്ങ് എന്റെ ആവലാദി അങ്ങയിലേക്ക് ഞാൻ ഉയർത്തുന്നു.
വഹലി എന്റെ അവസ്ഥയാകട്ടെ മാതറ അങ്ങീ കാണുന്നത് തന്നെയാണ്. അൽ അബ്ദ അൽ അബ്ദ സവ്വിദ, ഈ അടിമയെ അങ്ങ് നേതാവാക്കിയാലും, സവ്വിദ നേതാവാക്കിയാലും, അങ്ങനെ നേതാവാക്കിയാലും. അല്ലാഹു റസൂൽ നേതാവാക്കുക എന്ന് പറഞ്ഞാൽ ഉന്നതനായ മുഅ്മിനാക്കാൻ അതിനർത്ഥം, അല്ലാതെ ഇവിടുത്തെ രാജകൊട്ടാരത്തിരുത്താനല്ല. എന്നെ നേതാവാക്കിയാലും മനസ്സിലാവും. അൻതുമുൽ അഅ്ലൗന, നിങ്ങളാണ് ഏറ്റവും മേലുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, അപ്പം എൻ്റെ ഈമാൻ അങ്ങ് കൂട്ടി തന്നാലും എന്നാണ് അവിടെ ആ വാക്കിൻ്റെ അർത്ഥം. എന്നെ അങ്ങ് നേതാവാക്കിയാലും. റസൂൽ നേതാവാക്കുക എന്നാൽ കോൺഗ്രസും ലീഗും നേതാവാക്കും പോലെയല്ല. റസൂൽ നേതാവാക്കൽ എന്ത് കൂട്ടിക്കൊടുക്കലാണ്? ഈമാൻ കൂട്ടിക്കൊടുക്കുക. എന്നെ അങ്ങ് നേതാവാക്കിയാലും നബിയെ, അതായത് നേതാവാരാ? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് നേതാക്കന്മാര്. അപ്പം ഇരിക്കുകൾ എന്ത് കൂട്ടിത്തരണം? ഈമാൻ കൂട്ടിത്തരണം നബിയെ. ഈമാൻ കൂട്ടിക്കൊത്തരണിനോ അതിന് പരിധിയില്ല, ഇത്രയും കൂട്ടിക്കൊടുക്കാം. ഇപ്പൊ വലിയ ആളല്ലേ, ആണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം, ഞങ്ങോട്ട് പോകണം. ഒരു മനുഷ്യന് ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആനന്ദമായി കഴിഞ്ഞാൽ പിന്നെ പരിധി കിട്ടില്ല. പണവും അങ്ങനെ തന്നെയാണ്, ആത്മീയതയും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന് പണം കിട്ടുമ്പോൾ രസം കുടിക്കാൻ പണം എത്ര കിട്ടിയാലും മതിയാവില്ല. ഒരാൾക്ക് ആത്മീയത രസം കുടിക്കാൻ പിന്നെ എത്ര വലിയ മക്കാമിലെത്തിയാലും അതിനപ്പുറത്തേക്ക് പോകാനും അയാൾക്ക് കൊതിയായിരിക്കും. കാരണം അതുകൊണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദം വലുതാണ്. ഒരാളൊരു ദർജയിലെത്തി, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കിട്ടുന്ന വിവരമൊക്കെ അയാൾക്ക് ലഭിക്കുന്ന ഒരു ദർജയിലേക്ക് എത്തിയാൽ അതിൻ്റെ അപ്പുറത്ത് പോകാൻ അയാൾക്ക് കൊതി ഉണ്ടാവില്ല. അള്ളാന്റെ റസൂലേ, അങ്ങ് ഉയർത്തിയാലും ശിക്കായത്തി എന്റെ അവലാദിയിലേക്ക് അങ്ങയിലേക്ക് അത് ഉയർത്തിയെടുത്താലും വഹലി എന്റെ അവസ്ഥയാകട്ടെ മാതറ അങ്ങീ കാണുന്നത് തന്നെയാണ് എന്റെ അവസ്ഥ. അൽ അബ്ദ, ഈ അടിമയെ സവ്വിദ അങ്ങ് ഈമാൻ കൊണ്ട് നേതാവാക്കിയാലും. നീ അടിയൊക്കെ പോകരുത്, മേലക്ക് പോകണം. ഈ പ്രപഞ്ചം മുഴുവനും എനിക്ക് വഴിപ്പെടുന്നുണ്ട്, എന്നാൽ വഴിപ്പെട്ട പലരും പിന്നെ തകർന്നിട്ടുണ്ട്. ഞങ്ങൾ നേതാവാക്കണം, അതായത് എന്റെ ഈമാൻ ഉയർത്തി തന്നെ തരണം. മനസ്സിലായില്ലേ പറഞ്ഞത്? വലിയ നേതാവായിരുന്നല്ലോ, മലക്കളടിയിൽ നേതാവായി നാളായിരുന്നു ഇബ്ലീസ്. ഇന്നോ ദുനിയാവിലാക്കാതെ വേണ്ട, എന്റെ ഏറ്റവും മേലെ വീണുപോയി. പ്രപഞ്ചം വഴിപ്പെടാൻ മാത്രമുള്ള നേതൃസ്ഥാനത്ത് എത്തിയിരുന്നു ഇബ്ലീസ്, പക്ഷേ പിന്നെ തകർന്നുപോയി. ഞാൻ അങ്ങനെ ആകരുത്. എനിക്ക് പ്രപഞ്ചം വഴിപ്പെടുന്നുണ്ട്, എന്നാലും ഞാൻ എന്റെ അവലാതി പറയാണ്. എന്താ എന്റെ അവലാതി? ഞങ്ങൾ നേതാവാക്കണം, അല്ലാതെ ദുന്യവിയായ അവലാതി ഈ മഹാൻ ഉണ്ടാവില്ല. പിന്നെ എന്റെ അവരെ അവലാതി എന്താ? ഉയരണം, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരണം, ഈമാൻ വർദ്ധിക്കണം, അറ്റല്ലാതെ വർദ്ധിക്കണം എന്ന്. ഹാജി എന്റെ ആവശ്യവും വഹാജുൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ആവശ്യവും അഹൽതുഹു ഞാൻ അങ്ങയുടെ മേൽ ഇറക്കി വെക്കുന്നു, ഞാൻ അതിനെ ഇറക്കിയിരിക്കുന്നു. അലൈക അങ്ങയുടെ മേൽ. ഞാൻ നഫ്സിനാൽ സുഗന്ധമുള്ള പൂരിതനായി എന്നെന്നും സ്വതന്ത്രനായ ഒരടിമയായ നിലയിൽ, അതായത് നിങ്ങളെ മേലെ ഞാൻ ഇറക്കി വെച്ചു. ഇപ്പൊ എനിക്ക് സമാധാനമായി. ഇപ്പൊ എനിക്ക് റായത്തായി. നിങ്ങളെ മേലെ വെച്ചു. എൻ്റെ ആവശ്യം ജനങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജമാനിലുള്ള ഏതൊരു കാര്യവും ഇത്തരം കാര്യങ്ങളൊക്കെ ആ ജമാന്റെ കുത്തുമ്പുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ മുസ്ലിമീങ്ങളെ പ്രശ്നം, മറ്റുള്ളവരുടെ പ്രശ്നം ഒക്കെ പരിഹരിച്ചു കൊടുക്കാൻ ഉത്തരവാദിയാണ് ആര്? ഈ വ്യക്തി. ഫാജി എൻ്റെ ആവശ്യം, വഹാജുൽ മുസ്ലിമീന മുസ്ലിമീങ്ങളെ മൊത്തം ആവശ്യം. മുസ്ലിമീങ്ങൾ ചിലപ്പോൾ ദുന്യാവിയായ കാര്യമായിരിക്കും പറയാം, എനിക്ക് ദുന്യാവിയായ ലക്ഷ്യമില്ല, എൻ്റെ ആവശ്യം എന്താണ്? ഈമാൻ വർദ്ധിക്കലാണ്. മറ്റൊരു അവരെ മക്കളെ കിട്ടികളൊക്കെ എന്നോട് പറയും, സദേ സുഖം കേട്ടോ എന്ന്. അതാണെങ്കിൽ ഫാത്തിഹ എന്നറിയും. കുത്തുബാവുമ്പം ഫാത്തിഹ ഒന്നിൻ്റെ ആവശ്യമില്ല, ജീവിതം മുഴുവൻ ഫാത്തിഹ എന്ത് ഫാത്തിഹ ഒന്നും അല്ലാഹു റസൂൽ പറയും. ഒക്കെ നടന്നിട്ടും ചെയ്യും. ഫഹജി എൻ്റെ ആവശ്യം ഈമാൻ കൂടി കിട്ടുക. വഹജുൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് പൊതുവായ ഒരുപാട് ആവശ്യമുണ്ട്. അഹൽതുഹു അതിനെല്ലാം ഞാൻ ഇറക്കി വെച്ചു അലൈക അങ്ങയുടെ മേൽ. ഫത്തിബുത്തുന്നിട്ട് ഞാൻ സുഗന്ധപൂരിതനായി അന്നഫ്സ ആത്മാവിനാൽ എൻ്റെ ആത്മാവ് സൗഗന്ധികം പ്രാപിച്ചു. എനിക്കൊരു റാഹത്ത് എൻ്റെ അങ്ങനെ ഉണ്ടല്ലേ, നമ്മളൊരു കാര്യം ചെയ്ത് പറഞ്ഞ്
ഭയങ്കര പ്രശ്നമുള്ള കാര്യം നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ആളെ മുന്നിൽ വെച്ച് അയാളെ ബോധിപ്പിച്ച് പോന്നാൽ എന്തോ തലയിൽ നിന്ന് ഇറക്കിച്ചമാരുണ്ട്. അത് പറഞ്ഞ വർത്താനാണ്. നമ്മൾ MLA പോയി കണ്ടു. ഒരു എന്താ ഒരു റോഡിന് ധാരണം, ഒരു പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ എന്താ പറയുക, നാട്ടുകാർ നടന്നിരുന്ന റോഡ്, ആ റോഡിന് മെറ്റലിടണം. നാട്ടുകാരെ കൊണ്ടൊരു പാടില്ല. നമ്മൾ MLA കണ്ടു. അപ്പോൾ MLA കടലാസൊക്കെ നോക്കി ഇത് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഫണ്ട് വരട്ടെ, ഫണ്ട് വന്നാൽ ആദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. നല്ല MLA ആണ്, മാന്യനാണ്, പറഞ്ഞതൊക്കെ പുലർത്തണം പാലിക്കണം ഒരാളുമാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നാൽ നമ്മൾ അടുത്ത ചായപ്പൊടി കയറിയാണ് ചായ കുടിക്കും. അപ്പം എന്താ പറയുക, റായത്തായി ഇങ്ങനെ ചായ കുടിച്ചു പോവാ. എൻ്റെ അല്ലാ, ഇതിൻ്റെ താലി കയറി തുടങ്ങിയിട്ട് കുറേ കാലമായി. കണ്ടവരൊക്കെ പറയും ആ റോഡ് കണ്ടില്ല. ഇപ്പം MLA പോയി പറഞ്ഞു, അപ്പം എൻ്റെ തലയിലൊക്കെ ഞാൻ അവിടെ ഇറക്കിച്ചു, നീ മുപ്പത് ചെയ്യുന്ന മനുഷ്യനുമാണ്. ഫഹാജി എൻ്റെ ആവശ്യവും ഫഹാജുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ആവശ്യവും അഹൽത്തുഹു, ഇതിനൊക്കെ ഞാൻ ഇറക്കിയാലേക്ക് അങ്ങയുടെ മേൽ ഫത്തിബുത്തു. അപ്പോൾ ഞാൻ സുഗന്ധപൂരിതനായി, ഞാൻ നന്നായി, ഞാൻ റാഹത്തിലായി, നഫ്സ ആത്മാവിനാൽ ഹുർറൻ മുസർമദൻ, എന്നെന്നും സ്വതന്ത്രനാക്കപ്പെട്ട നിലയിൽ ഞാൻ എന്നെന്നും സ്വതന്ത്രനായി. അതിനൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളെ മേൽ ഇറക്കിച്ചപ്പോൾ മറ്റൊരു കെട്ടിക്കൊടുക്കാണ്. ഒരു ഉത്തരവാദിത്വം നമ്മളെ തലയിലുണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്വം നമ്മളൊരു എന്തിലേക്ക് നയിക്കും, വല്ലാത്തൊരു പാരതന്ത്ര്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇറക്കിച്ചാലോ നമ്മൾ സ്വതന്ത്രനായി. ഇതാണ് പറഞ്ഞ വാക്കിനർത്ഥം. ഫഹജി വഹാജുൽ മുസ്ലിമീന അഹൽതുഹു അലൈക ഫതിബ്തു നഫ്സ ഹുർറൻ മുസർമദാ എന്ന് തിബുത്താന്ന് വെക്കുക. തിബുത്താന്ന് വെക്കുന്നതിനേക്കാൾ തിബുത്തെന്ന് വെക്കലാണ് അവിടെ നല്ലത്. ഞാൻ നല്ലവനായി, ഞാൻ റാഹത്തായവനായി, അന്നഫ്സ ആത്മാവിനാൽ, അങ്ങനെ വെക്കലാണ് നല്ലത്. ഫതിബുത്ത, അങ്ങ് നഫ്സ ആത്മാവിനാൽ നല്ലവനാണല്ലോ, അങ്ങ് റാഹത്തിലാണല്ലോ, ഹുർറൻ മുസർമദൻ, എന്നെന്നും സ്വതന്ത്രനാക്കപ്പെട്ട നിലയിൽ. അങ്ങനെ അർത്ഥം വെച്ചൂടെ വെക്കാൻ. കാരണം അങ്ങക്ക് എന്തും ഏറ്റെടുത്ത് എന്തും ചെയ്തു കൊടുക്കാം. എനിക്കതിന് കഴിയൂല, അങ്ങനെ എനിക്ക് അപ്പുറത്തും. ഫതിബുത്തൻ നഫ്സ ഹുർറൻ, ഫതിബുത്ത അങ്ങ് നല്ലവനായിട്ടുണ്ട്, സൗഗന്ധികനായിട്ടുണ്ട്, അന്നഫ്സ ആത്മാവിനാൽ, ഹുർറൻ മുസർമദ, എന്നെന്നും സ്വതന്ത്രനാക്കപ്പെട്ട നിലയിലാണ് അങ്ങ്. അങ്ങനെ അർത്ഥം വെക്കാം. പക്ഷെ അതിനേക്കാൾ ആദ്യം പറഞ്ഞ അർത്ഥം നല്ലത്. ഫതിബുത്തു അന്നഫ്സ ആത്മാവിനാൽ ഞാൻ റാഹത്തിലായി, ഹുർറൻ മുസർമദൻ, എന്നെന്നും സ്വതന്ത്രനാക്കപ്പെട്ട നിലയിൽ ആയി ഞാൻ. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അർപ്പിച്ചു എന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ചിന്തിക്കുന്നത് ولكنني جليت قبل سباقهم وقد نلت تبريز القرون لأحمدا ولملا وعز العبد عز مليكه فطوع يمين الكون عبدا مسودا ألا يا رسول الله وارفع شكايتي إليك وحالي ما ترى العبد سودا فحاجي وحاج المسلمين أهلته عليك فطبت النفس حرا مسرمدا. നാളെ ക്ലാസ്സിൽ, നാളെ ഞായറാഴ്ച രാവിലെ തന്നെ, നാളെ രാവിലെ 7:30 മണിക്ക് ക്ലാസ് ആരംഭിക്കും. 7 മണിക്ക് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നാളെ 7 മണിക്ക് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നാളെ ഞായറാഴ്ച നേരത്തെ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് തന്നെ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിനെ പഠിച്ചോളി, അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞോളൂ, അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അബ്ദായിക്കോളൂ. പിന്നെ ഈ ലോകത്ത് നടക്കാത്തൊരു കാര്യം ഉണ്ടാവും, എല്ലാം നടക്കും. എന്തുകൊണ്ട്? ഒരു അടിമയുടെ പ്രതാപം എന്നാൽ അത് അടിമയുടെ പ്രതാപമല്ല, ഉടമക്കാരൻ്റെ പ്രതാപമാണ്. അങ്ങനെയാണ് ഓരോരുത്തരും അടിമ, ഓരോരുത്തരും അടിമ വ്യത്യാസമുണ്ട്. ഏതോ നാട്ടിലൊരു ഒരു നാട്ടിലെ ഒരു മാലി പ്രസിഡന്റിൻ്റെ അടിമയായ ഒരാൾ, ഓം വിചാരിച്ചു ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാഗ്യവാക്കാൻ ഞാനാണ്. അങ്ങനെ ഒരു രണ്ടാളും പുത്തരിക്കണ്ട മൈതാനിയിൽ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ് വിചാരിച്ചു, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യക്കാരൻ ഞാനാണ്, ഞാൻ മാലി പ്രസിഡന്റിൻ്റെ അടിമയല്ലേ. അങ്ങനെ പുത്തരിക്കണ്ട മൈതാനിയിൽ വലിയ സമ്മേളനം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അടിമയാണ് ഇയാൾ അവിടെ എല്ലാവരെയും ഇരുത്തുന്നത്. അവൻ പറഞ്ഞിടത്താണ്, മുഖ്യമന്ത്രിയുടെ അടിമ പറഞ്ഞിടത്താണ് മന്ത്രിമാർ വരെ ഇരിക്കുന്നത്. നിങ്ങളെ കസേര മറ്റേ മന്ത്രി നിങ്ങളുടെ കസേര മാറി ഇരുന്നപ്പോൾ അയാൾ എണീക്കണം
അടിമനെ എണീപ്പിച്ച്, ഈ അടിമയാണ് മന്ത്രിനെ എണീപ്പിച്ചിട്ട് അവിടേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ല, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് വിചാരിച്ചിരുന്ന ഇവൻ എന്തായാലും ഈ ഒരു കാക്കാൻ്റെ അടിമയിൽ പോയല്ലോ, എനിക്ക് അയാൾ അടിമയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഉടമക്കാരന് പ്രതാപം കൂടുന്നതിനനുസരിച്ച് ആർക്ക് പ്രതാപം കൂടും? അടിമക്ക് കൂടും. എനിക്ക് ഏറ്റവും കൂടി, കാരണം ഞാൻ റഹ്മത്തുല്ലാലിമിൻ്റെ അടിമയാണ്, ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ മേലില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പം അതിന് നോക്കിക്കോളി എല്ലാവരും, റഹ്മത്തുല്ലാലിമിൻ്റെ അടിമയാകാൻ നോക്കിക്കോളും. പിന്നെ അതിന് മേലെ ഒരു സ്ഥാനമില്ല. ഈ യമീനി, എനിക്ക് വഴിപ്പെടുന്ന അൽ കൗന് പ്രപഞ്ചം തന്നെയാണ്. എന്തുകൊണ്ട്? എനിക്ക് വഴിപ്പെടുന്ന പ്രപഞ്ചം തന്നെയാണ്. എന്തുകൊണ്ട്? ഉടമക്കാരന്റെ പ്രതാപമാണ് അടിമയുടെ പ്രതാപം. എന്റെ ഉടമക്കാരൻ ആചാര്യ വലിയ ആളല്ലേ, അപ്പൊ പിന്നെ ഈ ലോകം വഴിപ്പെടാതിരിക്കോ? ജനറൽ CM ഉണ്ടായത്, ഇതാണ് നിർബന്ധിച്ചു അഹമ്മദ് മുസ്ലിയാർക്ക് ഉണ്ടായത്. നടക്കാത്തൊരു കാര്യമല്ല. എന്ത് വിചാരിച്ചാൽ കാണുന്നിട്ടുണ്ട്. ഇതാണ് വലിയ വലിയ മഹത്തുക്കളായ ആളുകൾക്കുണ്ടായത്. ഇതാണ് നേരെ മുൾക്കുമയത്തിന് ഖുർആൻ തുറന്നു വെച്ചതിന് ആയിരക്കണക്കിന് മസല കണ്ടുപിടിച്ചു ഇമാം ഷാഫി, റസൂലുള്ളാഹിന്റെ അടിമയാണ്. ഇതാണ് അബൂ ഹനീഫക്ക് ഉണ്ടായത്, റസൂലുള്ളാഹിന്റെ അടിമയാണ്. ഇതാണ് അബുൽ ഹസൻ അശഅരിക്ക് ഉണ്ടായത്, അവർ റസൂലുള്ളാഹിന്റെ അടിമയാണ്. മനസ്സിലായി? റസൂലുള്ളാഹിന്റെ അടിമയാണ്, അള്ളാഹിന്റെ ഹബീബിന്റെ അടിമയാണ്. അപ്പൊ പിന്നെ അടക്കത്തൊരു കാര്യം ഉണ്ടാവില്ല. കേവലം ഒരു സീമ മാത്രമല്ല, അത് എല്ലാവർക്കും. അതാണ് ഖാജക്കടക്കത്തൊരു കാര്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ അടിമയാണ്. അതാണ് ഇമാം ഗസാലിക്ക് ഉണ്ടായത്. പറയേ, റസൂലുള്ളാഹിന്റെ അടിമയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ അടിമയാണ്. ألا يا رسول الله وارفع شكايتي إليك وحليما ترى العبد سودا فحاجي وحاج المسلمين أحلته عليك فطبت النفس حرا مسرمدا ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار